ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ അതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി അമേരിക്കയ്ക്കകത്തും പുറത്തും വിവാദം. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ കഴിഞ്ഞതിന്റെ നേട്ടം ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും അവകാശപ്പെട്ടു. 15 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ എന്തുകൊണ്ട് ബൈഡൻ മുന്നോട്ടിറങ്ങിയില്ല എന്ന ചോദ്യമാണ് ട്രംപ് പക്ഷം ഉന്നയിക്കുന്നത്. ഗാസയിൽ ശാശ്വതമായ സമാധാനം പുലരുമോ? എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരുടെ ജീവിതം ഇനിയെന്ത്? ഗാസയുടെ ഭരണം ആരുടെ കൈകളിലെത്തും? ഗാസയുടെ പുനർനിർമ്മാണം ആരേറ്റെടുക്കും? ഹമാസിന്റെ ഭാവി എന്താകും? ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഇനി പരിഹാരം കാണേണ്ടത്. ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇതിനകം ഒട്ടുമിക്ക അറബ് ഗൾഫ് രാജ്യങ്ങളുമായി ഇസ്രായേൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ പലസ്തീൻ രാജ്യമെന്ന അജണ്ട പോലും രാജ്യാന്തര സമൂഹത്തിൽ നിന്നും അപ്രസക്തമാകുമായിരുന്നു. അത്തരമൊരവസ്ഥ പലസ്തീൻ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന ഹമാസിനെ ഭയപ്പെടുത്തിയിരുന്നു. ആൾ നഷ്ടവും ഒട്ടേറെ ദുരന്തങ്ങളും നേരിടുന്നുണ്ട് എങ്കിലും പലസ്തീൻ സ്റ്റേറ്റ് എന്ന അജണ്ട ലോകത്തിനു മുന്നിൽ വീണ്ടും സജീവമാക്കി നിർത്താൻ ഹമാസിന് കഴിഞ്ഞു. പലസ്തീൻ പ്രശ്നത്തിൽ സുന്നി അറബ് രാജ്യങ്ങൾ താൽപര്യക്കുറവ് കാട്ടിത്തുടങ്ങിയപ്പോഴാണ് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നാക്രമണത്തിന് മുതിർന്നത് എന്നും ശ്രദ്ധേയം. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുല്ലയും യമനിലെ ഹൂതികളും അവരെ നിയന്ത്രിക്കുന്ന ഇറാനും ഹമാസിനെ പിന്തുണയ്ക്കാൻ എത്തിയതോടെ പലസ്തീൻ വിഷയത്തിൽ ഷിയ സുന്നി വ്യത്യാസമില്ലെന്നും ഏറെക്കുറെ ലോകത്തിന് ബോധ്യമായി. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണയുടെ ക്രെഡിറ്റ് ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും അവകാശപ്പെടുന്നുണ്ട്. ക്രെഡിറ്റ് ആർക്കാണെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതൊരു തമാശയാണോ എന്ന മറുചോദ്യമാണ് ബൈഡന്റെ പ്രതികരണം. ഇരുവരും ചേർന്നാണ് യുദ്ധം താൽക്കാലികമായെങ്കിലും പരിഹരിച്ചത് എന്ന് വിശ്വസിക്കുവാനാണ് അമേരിക്കക്കാർക്കിഷ്ടം. എന്നാൽ താൻ അധികാരത്തിലെത്തിയാലുടൻ ഇസ്രായേൽ ഹമാസ് യുദ്ധം മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധവും അവസാനിപ്പിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ പലയാവർത്തി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ആ വാക്ക് അദ്ദേഹം പാലിച്ചുവെന്നാണ് ട്രംപ് അനുകൂലികൾ പറയുന്നത്. യുദ്ധവിരാമത്തിനുള്ള ക്രെഡിറ്റ് തനിക്ക് മാത്രമാണെന്ന് ട്രംപും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതു മുതൽ ഏകദേശം 1.5 വർഷത്തോളം കാലം ഉണ്ടായിരുന്നിട്ടും ജോ ബൈഡന് വേണമെങ്കിൽ വെടിനിർത്തൽ ധാരണ നേരത്തെ കൊണ്ടുവരാമായിരുന്നുവെന്ന വാദവും ശക്തമാണ്. പടിയിറങ്ങും മുമ്പ് പശ്ചിമേഷ്യൻ പ്രശ്നം പരിഹരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ബൈഡൻ നടത്തിയ ശ്രമം തിരിച്ചറിഞ്ഞ ട്രംപ് തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇരുപക്ഷത്തിനും മുന്നറിയിപ്പ് നൽകി ബൈഡനെ കടത്തിവെട്ടുകയായിരുന്നുവെന്നും പറയുന്നു. ഇതിനുവേണ്ടി തന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളിയായ സ്റ്റീവ് വിറ്റ്കോഫിനെ മധ്യപൂർവ്വ ദേശത്തേക്ക് പ്രത്യേക ദൂതനായി ട്രംപ് നിയോഗിച്ചിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് യുദ്ധം അവസാനിപ്പിച്ചിരിക്കണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം വിറ്റ്കോഫ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരുന്നു. അറബ് രാജ്യങ്ങളുമായി ഇസ്രായേലിന് നയതന്ത്ര ബന്ധം തുറക്കാൻ സഹായിക്കുന്ന എബ്രഹാം കരാറിന് മുന്നിട്ടിറങ്ങിയ ഡൊണാൾഡ് ട്രംപിൽ നിന്നും പഴയതുപോലെ അടുത്ത സഹകരണം പ്രതീക്ഷിക്കേണ്ട എന്ന യാഥാർത്ഥ്യം നെതന്യാഹുവും മനസ്സിലാക്കുന്നുണ്ട്. പഴയ ട്രംപ് അല്ല 2ാം വരവിൽ US പ്രസിഡന്റിന്റെ കസേരയിൽ എത്തുന്നത് എന്നും നെതന്യാഹുവിന് അറിയാം. ചില അറബ് രാജ്യങ്ങൾക്ക് സ്വീകാര്യനായ സ്റ്റീവ് വിറ്റ്കോഫ് ഖത്തർ ഭരണകൂടത്തെയും ട്രംപിന്റെ ആവശ്യം ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ചു. വെടിനിർത്തലിന് ജോ ബൈഡൻ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ മെയ് മാസം മുതൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നിലുണ്ടായിരുന്നു. നിർദ്ദേശങ്ങളോട് മുഖം തിരിച്ച നെതന്യാഹു ഇപ്പോൾ അതെല്ലാം അംഗീകരിക്കാൻ തയ്യാറായതിന് കാരണങ്ങൾ പലതാണ്. വെടിനിർത്തൽ കൊണ്ട് ഗാസയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഗാസയിൽ പൂർണ്ണമായും സമാധാനം പുലരുമെന്ന് ഉറപ്പിക്കാനാകില്ല. ഇപ്പോഴുള്ളത് താൽക്കാലിക ഘട്ടം മാത്രമാണ്. ഇസ്രായേൽ പലസ്തീൻ ദ്വിരാഷ്ട്ര പരിഹാരം അമേരിക്കയും ഇസ്രായേലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഗാസ ആര് ഭരിക്കും? അവിടുത്തെ സാധാരണക്കാരുടെ ഭാവി എന്താകും? തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. ഹമാസിന് പഴയ ശക്തിയില്ലാത്തത് അവരെ വെടിനിർത്തൽ കരാറിന് നേരത്തെ പ്രേരിപ്പിച്ചിരുന്നു. ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങൾ അതീവ ഗുരുതരമാണ്. പട്ടിണി, രോഗങ്ങൾ, തൊഴിലില്ലായ്മ, ഭവനരഹിതർ, അനാഥരായവർ തുടങ്ങി അത്യന്തം ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഗസയിൽ അവശേഷിക്കുന്നത്. ഗസയിലെ ജനവാസയോഗ്യമായ കെട്ടിടങ്ങളിൽ 80% തകർന്നിട്ടുണ്ടാകുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ വെളിപ്പെടുത്തൽ. ഗസയെ പുനർനിർമ്മിക്കാൻ കുറഞ്ഞത് 15 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. പുനർനിർമ്മാണത്തിന് $800 കോടി ആവശ്യമായി വരും. ആശുപത്രി കെട്ടിടങ്ങളും സ്കൂളുകളും വ്യോമാക്രമണങ്ങളിലും സ്ഫോടനങ്ങളിലും തകർന്ന് തരിപ്പണമായി. ഗാസ മുനമ്പിലെ 24 ലക്ഷത്തോളം വരുന്ന ജനങ്ങളിൽ പകുതിയിലേറെയും അഭയാർത്ഥികളായി. തിരിച്ചെത്തുന്ന അവരെ കാത്തിരിക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങളുടെ മലകളാണ്.
ഗാസയുടെ പുനർനിർമ്മാണം ആര് ഏറ്റെടുക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കരാറിന്റെ 3ാം ഘട്ടത്തിലാണ് ഗാസയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിടുന്നത്. ഗസയുടെ ഭരണം ഹമാസിന് ലഭിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല. ഹമാസ് ഇല്ലാതെ ഗസയുടെ ഭരണം എത്രത്തോളം സാധ്യമാകും എന്ന ചോദ്യവും പ്രസക്തമാണ്. വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണമുള്ള പലസ്തീൻ അതോറിറ്റിക്ക് തന്നെ ഗസയുടെ നിയന്ത്രണം നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഗസയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. അതേസമയം ഗസയെ പഴയ നിലയിൽ കൊണ്ടുവരുവാനുള്ള ത്രാണിയൊന്നും പലസ്തീൻ അതോറിറ്റിക്കില്ല എന്നത് പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നു. UN, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, അറബ് രാജ്യങ്ങൾ എന്നിവർ ഗസയുടെ പുനർനിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഉന്നത നേതാക്കളെ നഷ്ടപ്പെട്ട ഹമാസിന് യുദ്ധാനന്തര ഗസയെ ഭരിക്കുവാനുള്ള ഉദ്ദേശമില്ലെന്നാണ് സൂചന. ഗസയുടെ അധികാരം ഏതെങ്കിലും ഒരു പലസ്തീനിയൻ ഭരണ സംവിധാനത്തിന് കൈമാറാൻ തയ്യാറാണെന്ന് അവർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹകരണത്തോടെ പലസ്തീനിയൻ അതോറിറ്റിയുടെ ഇടക്കാല സർക്കാർ ഗസയിൽ നിലവിൽ വരണമെന്നാണ് US മുന്നോട്ടുവയ്ക്കുന്ന നിർദ്ദേശം. ഗസയിലെ വെടിനിർത്തൽ അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾ ഞായറാഴ്ച മുതൽ നിരീക്ഷിക്കും. വെടിനിർത്തലിന്റെ ആദ്യഘട്ടം വിജയിക്കുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഗസയിലും ഒരുപക്ഷെ പശ്ചിമേഷ്യയിലും സമാധാനം പുലരുന്നത്. അതേസമയം വെടിനിർത്തലിന്റെ പേരിൽ നെതന്യാഹു സർക്കാർ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട്. കൂട്ടുമന്ത്രിസഭയിലെ 2 തീവ്ര വലതുപക്ഷ കക്ഷികളുടെ എതിർപ്പാണ് കരാർ ഒപ്പിടുന്നതിൽ അവസാനം വരെയും അനിശ്ചിതമായി നിന്നത്. വെസ്റ്റ് ബാങ്ക് മാത്രമല്ല, ഗസ വരെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കണമെന്ന കടുത്ത നിലപാടുകാരാണ് തീവ്രപക്ഷക്കാർ. ഈ കക്ഷികൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കുമോ എന്ന് വരും നാളുകളിൽ അറിയാം. എന്തായാലും ഗസയിലെ വെടിനിർത്തൽ പ്രഖ്യാപനം റഷ്യ യുക്രൈൻ യുദ്ധത്തിനു കൂടി അന്ത്യമാകട്ടെ എന്നാണ് ലോകത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും.